കുട്ടികളിലെ അക്രമവാസന പടരുന്നതിൽ സിനിമകളെ മാത്രം പഴിച്ചാൽ മതിയോ? അതിൽ സമൂഹത്തിനും ടെക്നോളജിക്കും കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും വരെ പങ്കില്ലേ? അടുത്തിടെ കേരളത്തെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവും തുടർന്ന് യുവാക്കളിൽ വളർന്നു വരുന്ന വയലന്റ് സ്വഭാവ രീതികളും ലഹരി ഉപയോഗവും വലിയ ചർച്ചകളിലേക്കാണ് നയിച്ചത്. ശേഷം കുട്ടികൾ വരെ കൊലപാതകം നടത്തുന്ന കേസുകൾക്കും നമ്മൾ സാക്ഷിയായി. ഇതിൻ്റെ എല്ലാം കാരണങ്ങളും ഇതിൽ സമൂഹത്തിൻ്റെയും മാതാപിതാക്കളുടെയും പങ്കും മറ്റുമുള്ള ചർച്ചയിലേക്ക് ലോകത്തെ ക്ഷണിക്കുകയാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ മിനി സീരീസായ അഡലസൻസ്. ഇതിൽ പക്ഷേ അഡലസൻറ്റ് പീരീഡിലുള്ള കുട്ടികളുടെ മാനസിക നിലയിലേക്കാണ് സീരീസ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. മാർച്ച് 13 പുറത്തിറങ്ങിയ സീരീസ് കഴിഞ്ഞയാഴ്ച ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട മോഡേൺ സീരീസായി മാറിയിരിക്കുകയാണ്. 4 ദിവസത്തിൽ 24.3 മില്യൺ ആളുകളാണ് നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കണ്ടത്. സ്റ്റീഫൻ ഗ്രഹാമും ജാക്ക് തോണും ക്രിയേറ്റർ ആയിട്ടുള്ള സീരീസ് ഒരേ സമയം ടെക്നിക്കൽ മാർവലും സ്റ്റോറി ടെല്ലിംഗ് മാസ്റ്റർപീസുമാണ്. സ്റ്റീഫൻ ഗ്രഹാം സീരീസിലെ ഒരു പ്രധാന കഥാപാത്രം കൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് സീരീസിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. ഏകദേശം 1 മണിക്കൂർ വരുന്ന വെറും 4 എപ്പിസോഡുകൾ മാത്രമുള്ള മിനി സീരീസിന്റെ പ്രധാന പ്രത്യേകത 4 എപ്പിസോഡുകളും ഒരൊറ്റ ഷോട്ടിലാണ് എടുത്തിട്ടുള്ളത് എന്നതാണ്. ഇതിൽ തന്നെ വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ക്രൈം ത്രില്ലറും ഡ്രാമയും ഒരു ക്യാരക്ടർ സ്റ്റഡിയും കൂടെയാണ് അഡലസൻസ്. സഹപാഠിയായ കെയ്റ്റി എന്ന പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള 13 വയസ്സുകാരനായ ജെയ്മി മില്ലറിനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നവിടെയാണ് സീരീസിന്റെ കഥ ആരംഭിക്കുന്നത്. ജെയ്മി കൊലപാതകം നടത്തിയിട്ടുണ്ടോ, എങ്ങനെയാണ് പെൺകുട്ടി കൊല്ലപ്പെട്ടത്, ഈ ഒരു ഇൻസിഡന്റ് അവരുടെ പാരൻസിനെയും സഹപാഠികളെയും സ്കൂളിനെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് സീരീസ് എക്സ്പ്ലോർ ചെയ്യുന്നു. കലാസൃഷ്ടികൾ കാലത്തെയും അടയാളപ്പെടുത്തുമെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് അഡലസൻസ്. കുട്ടികളിലെ അക്രമവാസനയും ലഹരി ഉപയോഗവും വർദ്ധിക്കുന്ന ഈ കാലത്ത് അത്തരം വാർത്തകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ അതൊരു ഡേ ടു ഡേ ആക്ടിവിറ്റിയായി മാറുമ്പോൾ കാലത്തിൻ്റെ ആവശ്യവും കൂടിയായി മാറുകയാണ് ഈ സീരീസ്. പാരൻറ്റിംഗ്, ടെക്നോളജി, സോഷ്യൽ മീഡിയ ട്രെൻഡ്സ്, ബുള്ളിയിങ്, സ്കൂളുകളിലെ ബുള്ളിയിങ് അല്ലെങ്കിൽ റാഗിംഗ് മൂലം പല കുട്ടികളും അനുഭവിക്കുന്ന ഏലിയനേഷൻ എന്നിവയെല്ലാം സീരീസ് തുറന്നു കാണിക്കുന്നു. ഓരോ കുട്ടികളും അവർക്കുണ്ടാവുന്ന നെഗറ്റീവ് അനുഭവങ്ങൾ ഓരോ രീതിയിലായിരിക്കും പ്രോസസ്സ് ചെയ്യുക. ചിലർ വയലൻ്റ് ആവാം, ചിലർ സൈലൻ്റ് ആവാം. എങ്ങനെയായാലും അത് കുട്ടികളിൽ ഒരു ലൈഫ് ലോങ് ട്രോമയായി മാറും. പാരൻസിനോട് തങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അത് ചിലപ്പോൾ പാരൻസിനെ പേടിയുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് തങ്ങൾ ഒരു ഡിസപ്പോയിൻമെൻ്റ് ആവുമോ എന്ന ഭയം കൊണ്ടോ മറ്റുമാവും കുട്ടികൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അതിനൊപ്പം തന്നെ സീരീസ് തുറന്നു കാണിക്കുന്നത്, ചർച്ച ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് മൊബൈൽ ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ എന്നിവയ്ക്ക് കുട്ടികൾക്ക് മേലുള്ള ഇൻഫ്ലുവൻസ് കൂടെയാണ്. ഇൻസെൽ കൂടാതെ സിഗ്മയും ആൽഫയും പോലുള്ള മെയിൽ ഷോവനിസ്റ്റിക് ഐഡിയോളജീസ് ഇന്നത്തെ കുട്ടികളിൽ, പ്രത്യേകിച്ച് ആൺകുട്ടികളിൽ സോഷ്യൽ മീഡിയയിലൂടെ വളരെ എളുപ്പം പടരുന്നു. ഇത്തരം ഓൺലൈൻ മെയിൽ റാഡിക്കലൈസേഷൻ ആവട്ടെ പെൺകുട്ടികൾക്കെതിരെയുള്ള വയലൻസും മിസോജനിയുമായി കുട്ടികളുടെ മനസ്സിൽ വേരുറപ്പിക്കുന്നു. ഇതിൻ്റെ സൈക്കോളജിക്കലും ഇമോഷണലുമായ തലങ്ങൾ സീരീസിലെ കഥാപശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംവദിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. രാഷ്ട്രീയ തലത്തിൽ പോലും ചർച്ചയായിട്ടുള്ള സീരീസിനെ UK പ്രൈം മിനിസ്റ്റർ സർ കീർ സ്റ്റാർമർ അടക്കമുള്ളവർ ഇതിനകം അക്നോളജ് ചെയ്തിട്ടുണ്ട്. പാർലമെന്റിലും സ്കൂളുകളിലും സീരീസ് പ്രദർശിപ്പിക്കണമെന്നാണ് സീരീസിന്റെ ക്രിയേറ്റേഴ്സ് ആവശ്യപ്പെടുന്നത്. അഭിനയിച്ചവരെല്ലാവരും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ 13 വയസ്സുകാരനായ ജെയ്മി മില്ലറിനെ അവതരിപ്പിച്ച ഓവൻ കൂപ്പർ ഞെട്ടിച്ചു കളഞ്ഞുവെന്ന് പറയാതെ വയ്യ. പ്രത്യേകിച്ച് സീരീസിലെ 3ാമത്തെ എപ്പിസോഡ്. ഹോണ്ടിങ് ആയിട്ടുള്ള മ്യൂസിക്കിന്റെ പിൻബലത്തോടെ കഥ അവതരിപ്പിക്കപ്പെടുമ്പോൾ സീരീസ് കണ്ടു കഴിഞ്ഞാലും ആ മരവിപ്പ് ദിവസങ്ങളോളം നമ്മളെ പിന്തുടരുമെന്ന് ഉറപ്പാണ്. നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളിൽ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസുകൾ മൂലവും മാതാപിതാക്കളുടെ ഇഗ്നോറൻസ് മൂലവും ഇവരിൽ ഉണ്ടാവുന്ന വയലന്റ് സ്വഭാവ രീതികളെയും എക്സ്പ്ലോർ ചെയ്യുന്ന സീരീസ് തീർച്ചയായും മാതാപിതാക്കളും കുട്ടികളും അടക്കം എല്ലാവരും കാണേണ്ടതാണ്.